ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ വരുന്നത് എൻ്റെ കിച്ചൺ ക്ലീനിങ്ങും കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് എല്ലാവരും പ്രസ് ചെയ്തേക്കണേ. ലൈക്കിൻ്റെ കാര്യം മറന്നേ പോകരുത് കേട്ടോ. ഞാനതാണ് നിങ്ങൾ മറന്നു പോകും, അതാണ് എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ക്ലീനിങ്ങും റമദാൻ ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എവിടം വരെയായി എന്തായി എന്നൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. എൻ്റെത് ഇതാ ഇന്നിപ്പോൾ നമ്മളെ മെയിൻ കിച്ചണാണ് കേട്ടോ ഞാനിന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്ന് ഈ കൗണ്ടർ ടോപ്പിലുള്ള സാധനങ്ങളൊക്കെ ആദ്യം ഒന്ന് എടുത്തു മാറ്റട്ടെ. കംപ്ലീറ്റ് റെഡിയാക്കിയതിന് ശേഷം വീണ്ടും തിരിച്ചു കൊണ്ടുവെക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് മാറ്റട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ലീനിങ് അറിയാവുന്നവരും നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നവരും ഒക്കെ ആയിരിക്കും. പക്ഷേ ഞാനിത് ചെയ്യുന്നത് കാണുമ്പോൾ എന്തെങ്കിലും മടിയുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒന്നും കൂടെ ഉഷാറായിട്ട് ചെയ്യാൻ വേണ്ടി തോന്നും, അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് എല്ലാവർക്കും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയുന്നത് തന്നെയാണ്. ഞാൻ ചെയ്യുന്നത് ഞാനൊന്ന് ജസ്റ്റ് കാണിക്കുന്നതെന്ന് മാത്രം കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ എൻ്റെ കിച്ചൺ കാണുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തോന്നും ഒന്നും ക്ലീൻ ആക്കാനൊന്നും ഇല്ലല്ലോ. ഇവിടെ വരുന്നവരും പറയലുണ്ട് കേട്ടോ അങ്ങനെ, നിങ്ങൾക്ക് വലിയ പണിയൊന്നും ഇല്ലല്ലോ, ഇതാ കിച്ചണൊക്കെ ക്ലീൻ അല്ലേന്ന്. അല്ല കേട്ടോ, നമുക്ക് യൂസ് ചെയ്യുന്ന നമുക്കത് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. കബോർഡിൻ്റെ മുകളിലാണെങ്കിലും നമ്മളിങ്ങനെ പിടിച്ചിട്ടുള്ളതൊക്കെ ഞാൻ തുടക്കാറുണ്ട്. എന്നാലും ഇപ്പോൾ നമ്മളൊരു വൈറ്റ് കാറും അതുപോലെ തന്നെ ബ്ലാക്ക് കാറും അതിൽ പെട്ടെന്ന് അഴുക്കറിയുക ബ്ലാക്കിലാണ് അല്ലേ. നമ്മൾ വൈറ്റിലാന്ന് വിചാരിക്കും, പക്ഷേ ബ്ലാക്കിലാണ് പൊടിയും അഴുക്കൊക്കെ പെട്ടെന്ന് അറിയാം. എന്നാൽ വൈറ്റിൽ അത്ര അറിയൂല, പക്ഷെ വൈറ്റിലായി കഴിഞ്ഞാൽ പോകാൻ വലിയ പാടായിരിക്കും. പക്ഷെ ക്ലീൻ ആയാൽ നല്ല ക്ലീനും ആയിരിക്കില്ല. അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മളെ വൈറ്റ് കിച്ചണും. ഇടയ്ക്കൊന്ന് ക്ലീൻ ആക്കി ഇടണം കേട്ടോ, എന്നാൽ നല്ല അടിപൊളിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ ഒന്നും അഴുക്കൊന്നും നമുക്ക് തോന്നില്ല, എണ്ണ വരങ്ങിയതും ഒന്നും നമുക്കിതിൽ അറിയാൻ വേണ്ടി പറ്റൂല കേട്ടോ. ചിലർക്കൊക്കെ വൈറ്റ് കിച്ചണ് പേടിയാണ് കേട്ടോ ആക്കാൻ വേണ്ടിയിട്ട്. കാര്യം വൈറ്റ് വേഗം അഴുക്കാകൂലേന്ന്. അഴുക്കാകും, പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് കാണിക്കൂല കേട്ടോ. ക്ലീൻ ആയിട്ട് കൊണ്ട് നടക്കണം, അത് കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിലുള്ള ഐറ്റംസൊക്കെ മാറ്റി, പിന്നെ ഇതാ കുപ്പിയും നമ്മൾ ഭരണികളൊക്കെ അല്ലേ അതിലത്തെ ഐറ്റംസൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് അതൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ. എൻ്റെ കുപ്പികളൊക്കെ ഞാൻ ഐറ്റംസ് ഓരോന്ന് തീരുന്നതിനനുസരിച്ച് കഴുകിയിട്ട് ഉണക്കിയിട്ട് അതിൽ ഫില്ല് ചെയ്യാനാണ് പതിവ്. എന്നാലും റമദാനാകുമ്പോൾ ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. എനിക്കൊരു ഇഷ്ടമുള്ളൊരു പാർട്ടും കൂടിയാണ് കേട്ടോ കിച്ചൺ ക്ലീനിങ്ങിൽ ഈ ഒരു ഭാഗം. അപ്പോൾ ആ ഒരു ഐറ്റംസൊക്കെ ഒന്ന് വേറെ പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ട് അതൊക്കെ ഒന്ന് കഴുകാൻ തന്നെ വിചാരിച്ചു. വലിയ അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ വേറൊരു കാര്യമാണ്, നമ്മുടെ ഭരണികളില്ലേ, ഇപ്പോൾ കുപ്പി പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരില്ലേ, ഒട്ടും ഹെൽത്തി അല്ല. മാത്രമല്ല നമുക്ക് ഈ ഗ്ലാസിൻ്റെ അങ്ങനത്തെ സെറാമിക്കിൻ്റെ അങ്ങനത്തെ ഐറ്റം ആണെങ്കിലില്ലേ പെട്ടെന്ന് അഴുക്ക് ഇന്ന് പോകും കേട്ടോ. നമ്മൾ വെള്ളത്തിലിട്ടിട്ട് വെറുതെ നമ്മൾ പാത്രം കഴുകുമ്പോൾ പോലെ കഴുകിയാൽ തന്നെ മതി. സോപ്പ് പൊടിയിലിട്ട് വെക്കണേ അങ്ങനെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ക്ലീൻ ആവും കേട്ടോ. അപ്പോൾ അത് വേറൊരു കാര്യമാണ്. നേരെ മറിച്ച് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നേഴ്സും കാര്യങ്ങളിലൊക്കെ ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടികളൊക്കെ ആയാൽ കഴുകി വൃത്തിയാക്കാനും അതിങ്ങനെ നമ്മൾ എപ്പോഴെപ്പോഴും പിടിക്കുന്ന ആ പാടിങ്ങനെ കറുത്ത് അതിൻ്റെ ടാപ്പിലൊക്കെ വരില്ലേ, അതൊക്കെ നല്ല ബുദ്ധിമുട്ടല്ലേ. പക്ഷേ ഇങ്ങനത്തെ ഗ്ലാസിൻ്റെ ഐറ്റത്തിൽ ആ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. വെറുതെ ഇത് കണ്ട നിങ്ങൾക്ക് കാണാൻ, ഞാൻ വെറുതെ പാത്രം കഴുകുന്ന പോലെ നമുക്ക് കഴുകിയെടുക്കാൻ വേണ്ടി പറ്റും. അത് നല്ലൊരു ഗുണമാണ് കേട്ടോ. ഞാൻ ആദ്യം പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് തന്നെ ചെയ്യുന്നു, പിന്നെ കുറച്ചായിട്ട് അങ്ങനെ വാങ്ങിയിട്ട് മാറ്റിയതാണ് കേട്ടോ. എൻ്റെ ഇതിലുള്ള പാത്രങ്ങളുടെ ഞാൻ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ ഈ ഭരണി ഗ്ലാസിൻ്റെ ഭരണികളൊക്കെ ചിലരൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ആ ഡിഷ് റാക്ക് അങ്ങനത്തതൊക്കെ ഉള്ളതൊക്കെ ഞാൻ എന്തായാലും ടാഗ് ചെയ്ത് കൊടുക്കാം, നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വാങ്ങാമല്ലോ. അപ്പം എൻ്റെ ആ മഞ്ഞ ഡബ്ബയില്ലേ, അപ്പോൾ അതിൽ ഞാൻ ഇട്ട് വെക്കുന്നത് മൈദ, എന്താ പറയുക, മുത്താറിപ്പൊടി, ഗോതമ്പ് നുറുക്ക്, അങ്ങനത്തെ ഐറ്റംസിലെ റവ, അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിലും പൊടികളും അങ്ങനെ കളർ പിടിക്കുന്നതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഈസി ആയിട്ട് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഗ്ലാസിൻ്റെ അങ്ങനത്തെ ഇട്ടാൽ പെട്ടെന്ന് അങ്ങ് ക്ലീനായി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി. നമുക്ക് ഓരോന്ന് യൂസ് ചെയ്ത് വരുമ്പോഴല്ലേ നമുക്ക് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാവുക. അപ്പോൾ ഞാൻ കഴുകിയത് ഉണങ്ങാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് കൊണ്ടുവച്ചതാണ് കേട്ടോ.
അമ്മീൻ്റെ അവിടെ തന്നെ വെച്ചാൽ തന്നെ നല്ല വെയിലും ചൂടും ഉണ്ട് കേട്ടോ. ഇപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇനി ഇതും കൂടെ ഒന്ന് കഴുകിയെടുക്കട്ടെ. കഴുകുന്ന സമയത്ത് നമുക്ക് ഒരു എന്താ പറയുക, പെട്ടെന്നൊക്കെ കഴുകിയെടുക്കാൻ പറ്റില്ല. ശ്രദ്ധിച്ചിട്ട് അടപ്പാണെങ്കിലൊക്കെ ഉരച്ചിടുന്ന സമയത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം. കാരണം ഒന്നിൻ്റെ മുകളിൽ വീണാൽ പൊട്ടി ഉടഞ്ഞു പോകും. അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് തന്നെ ഉണ്ട്. വേറെ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് താനും കേട്ടോ. അപ്പോൾ ഞാനിനി ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. ഇപ്പോൾ വെയിലൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടൂലേ. ഞാൻ ആദ്യം ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, എന്നാൽ നമുക്ക് ബാക്കിയുള്ള തട്ടലും തുടക്കലും അങ്ങനത്തെ ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം ഉണങ്ങി സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇതിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്യുകയും ചെയ്യാമല്ലോ. ഇപ്പം തന്നെ പണി കഴിയുകയും അത് കൈയോടെ തന്നെ ചെയ്യുകയും ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ആദ്യം തന്നെ ഇത് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ക്ലീൻ, ഇപ്പോൾ അകാണെങ്കിലും കിച്ചണാണെങ്കിലും എന്ത് ക്ലീൻ ചെയ്യുമ്പോഴും ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഇങ്ങനത്തെ അല്ല, കഴുകാനുള്ള എൻ്റെ ഈ കിച്ചണിൽ കഴുകാനുള്ള ഐറ്റംസാണ് ഞാൻ ഇപ്പോൾ എടുത്തത് കേട്ടോ. എൻ്റെ കബോർഡിൻ്റെ ഉള്ളിലത്തൊന്നും എനിക്കങ്ങനെ കഴുകാനായിട്ടില്ല. ഞാൻ കാണിച്ചു തരാം. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഐറ്റംസ് തന്നെയാണെല്ലാം. ഇനി അങ്ങനെ ഉപയോഗിക്കാത്ത വല്ലപ്പോഴും വല്ലവരൊക്കെ വരുന്നതിന് മാത്രം എടുത്ത് വെക്കുന്ന പാത്രങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. എൻ്റെത് അങ്ങനെ ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് ആദ്യം കഴുകാനുള്ള ഐറ്റംസ് ഒക്കെ കഴുകി ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ തുടച്ച് വെക്കുക ഉണക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. എന്നാൽ നമ്മൾ റാക്കൊക്കെ തുടച്ച് എല്ലാം ക്ലീൻ ആയി കഴിഞ്ഞാൽ നമുക്കത് വേഗം എടുത്ത് വെക്കുകയും കൂടി ചെയ്യാമല്ലോ. കയ്യോട് ആ പണിയൊന്നും ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മളാണ് ആളുകൾ, നമ്മളത് ഇനിയിപ്പോൾ വൈകുന്നേരം എടുക്കുക, രാത്രിയൊക്കെ എടുക്കുക, അങ്ങനെ എടുത്ത് വെക്കും. പക്ഷേ അതങ്ങ് വൈകിപ്പിക്കുകയും ചെയ്യും. എന്നാൽ ഇത് കയ്യോടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള സമയം നമുക്ക് റെസ്റ്റ് എടുക്കാൻ ചെയ്യാം അല്ലേ. അപ്പം ഇനി ഞാനിതാ കഴുകിയ ഉടനെ തന്നെ വെള്ളം പോകാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ. ഒരു ടർക്കി എടുത്തിട്ട് ഉൾഭാഗമൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കട്ടെ. തുടച്ചിട്ട് അങ്ങനെ ഫില്ല് ചെയ്യൂല, പക്ഷേ തുടച്ചിട്ട് അപ്പുറത്തെ വർക്ക് ഏരിയയിൽ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ നിവർത്തിയിട്ട് കൊണ്ടുവച്ചാലില്ലേ നല്ല ചൂടുണ്ട് കേട്ടോ. വെയിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ചെറുതായിട്ടൊരു സൂര്യപ്രകാശമൊക്കെ കിട്ടും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ കൊണ്ടുവെക്കാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാം കഴുകൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് കഴുകാനുള്ളതില്ലേ, ശരിക്കും പറഞ്ഞാൽ ആ കിച്ചണിൽ ഗ്ലാസ് ഐറ്റംസ്, നമ്മൾ ജ്യൂസ് ഗ്ലാസ്, പുഡിങ്ങിൻ്റെ ഗ്ലാസ്, അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ ഉള്ളു. നമ്മൾ ചായ എടുക്കുന്ന ഗ്ലാസ് അത് നല്ലോണം ഒന്ന് ക്ലിയർ ആയിട്ട് ഒരു ഇളം ചൂടിലൊക്കെ ഞാൻ സോപ്പ് പൊടിയിലിട്ടിട്ടൊക്കെ കഴുകി അങ്ങനെ എടുക്കും. അപ്പോൾ നല്ല ക്ലിയർ ആയിരിക്കും കേട്ടോ ഗ്ലാസ് കാണാൻ. അതൊന്ന് കഴുകാനേ ഉള്ളൂ. അതും കൂടെ കഴുകി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇനി നമുക്ക് കബോർഡിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഓരോ പാത്രമൊന്നും കണ്ടാൽ മനസ്സിലാവും. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഐറ്റംസ് തന്നെയാണ് കേട്ടോ. വീഡിയോ ആണെങ്കിലും നോർമൽ ലൈഫിലാണെങ്കിലും നമ്മൾ ഇതൊക്കെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ. ഒന്നും പിന്നെ ആരെങ്കിലും വരുമ്പോൾ അല്ലെങ്കിൽ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്ത് വെക്കുകയില്ല. എനിക്കൊരു എന്തെങ്കിലും ഐറ്റം വീട്ടിൽ വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്പൂണാണെങ്കിൽ കൂടിയിട്ട് അത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒന്നും അങ്ങനെ പൊടി പിടിച്ചിട്ടോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എപ്പോഴും എടുക്കുന്നതെല്ലാം ഞാൻ എപ്പോഴും എടുക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊന്നും എനിക്ക് കഴുകാനായിട്ടില്ല കേട്ടോ. ഇതൊക്കെ ഒന്ന് കൗണ്ടർ ടോപ്പിൻ്റെ ഒരു ഭാഗത്തേക്ക് എടുത്ത് വെച്ചിട്ട് അവിടേക്കൊന്ന് തട്ടി തുടച്ചിട്ട് അത് തിരിച്ചെടുത്ത് വെക്കാനായിട്ടുള്ളൂ. അപ്പം ഞാൻ കബോർഡാണെങ്കിലും എല്ലാം കൂടെ വലിച്ചു വാരിയിടുന്നില്ല. ഈ ഒരു റാക്കില്ലേ, ഈ ഒരു 2 റാക്കില്ലേ, ആ 2 റാക്കിൽ ഉള്ളതാണ് ഇപ്പം ഞാൻ എടുക്കുന്നത് കേട്ടോ. അതങ്ങ് എടുത്തിട്ട് അപ്പുറത്തെ ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് അവിടെ പൊടിയും കാര്യം എന്തായാലും നമ്മൾ ചെറിയ വെറുതെ വെച്ച് നമ്മളൊന്നും തുറന്നു വെക്കുന്ന സ്ഥലം കൂടിയല്ല, എന്നാലും ചെറിയ പൊടിയും തരികളും ഒക്കെ എന്തായാലും ഉണ്ടാവില്ലേ. പ്രാണികൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. പ്രാണി മീൻസ് കൂറ, എട്ടുകാലി, അതുപോലെ തന്നെ പല്ലി, അതൊന്നും ഇതിൻ്റെ ഉള്ളിലില്ല കേട്ടോ. പക്ഷെ എന്നാലും ഒരു ഉറുമ്പിൻ്റെയൊക്കെ ഒരു പൊടികൾ അങ്ങനത്തെയൊക്കെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി മാറ്റാം. എന്നിട്ട് തിരിച്ച് ഐറ്റംസ് എല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കാം. പിന്നെ ഇനിയിപ്പോൾ കബോർഡ് ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാവർക്കുള്ള സംശയമായിരിക്കും സ്മെല്ല്, അതുപോലെ തന്നെ ഈർപ്പം നിന്നിട്ടുള്ള ആ ഒരു സ്മെല്ലും കാര്യങ്ങളും, ബാഡ് സ്മെല്ല്, അതുപോലെ തന്നെ പല്ലി, കൂറ ഐറ്റംസും, എട്ടുകാരി, ഇതൊക്കെ. അതിന് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കെമിക്കലും അങ്ങനത്തെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ഞാൻ ചെയ്യുന്നത് ഇടയ്ക്ക് നമ്മളിപ്പോൾ എനിക്ക് രാത്രിയിലാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോയിൽ അത് കാണാത്തത്. ഇതുപോലെ ഈ ഒരു 2 റാക്ക്, അങ്ങനെ ഒരു 2 റാക്കായിട്ട് ഞാൻ ഇടയ്ക്ക് ഒരു 1-2 മാസത്തിൻ്റെ ഇടയ്ക്ക് ഞാനതൊന്ന് വെറുതെ ഞാൻ പറഞ്ഞില്ല എപ്പോഴും എടുക്കുന്ന പാത്രങ്ങൾ തന്നെയാണല്ലോ. അപ്പോൾ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മൊത്തം ഈ ഒരു ഭാഗം ഒന്നും എടുത്തിട്ട് ഒന്ന് തട്ടിയിട്ട് തിരിച്ചങ്ങോട്ടേക്ക് തന്നെ എടുത്ത് വെക്കാം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊരു പെരുമാറ്റം
ഉണ്ടെങ്കിലില്ലേ ഒരു കൂറയും ഒരു പല്ലിയും എവിടെയും വന്നിരിക്കൂല കേട്ടോ. നമ്മളിത് ഈ റമദാനിനെടുത്ത് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത റമദാനിനാണ് ഇറക്കുക. അങ്ങനെയുള്ളടത്ത് എന്തായാലും കൂറയും പല്ലിയും പാറ്റയൊക്കെ ഉണ്ടാവും. അവിടെ നമ്മൾ എന്ത് കൊണ്ടുവച്ചിട്ടും കാര്യമില്ല കേട്ടോ. പിന്നെ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഈ കൂറ ചോക്ക് എന്ന് പറയില്ലേ, അത് കടയിൽ നിന്ന് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു നമ്മൾ ബാത്റൂമിലൊക്കെ ഇടൂലേ ഒരു എന്താ പറയുക, കൂറമുട്ടായി എന്ന് പറയുന്നതിന് എനിക്കതിന് കറക്റ്റ് അറിയില്ല. ആ ഒരു റൗണ്ടിൽ ഇങ്ങനെ കളർഫുള്ളായിട്ടൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അത് കൊണ്ടുപോയിട്ട് നമ്മൾക്കിങ്ങനെ എന്തെങ്കിലും ഡപ്പയിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോഴും അതിൻ്റെ ശല്യം കുറയുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ വെച്ച് കൊടുക്കുക, ഞാൻ ബാത്റൂമിലിടും, പക്ഷേ കബോർഡിൻ്റെ ഉള്ളിലൊന്നും വെച്ച് കൊടുക്കില്ല. ഞാൻ ഈ ഒരു ടിപ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഒന്ന് നീറ്റായിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ. അത് കുറേ ഏരിയയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ എപ്പോഴും എല്ലാം ഒന്നിച്ച് വലിച്ചിടണ്ട. നമുക്ക് പറ്റുന്ന സംവിധാനം ഈ ഒറ്റ റാക്ക് മാത്രം ഒന്ന് ഇറക്കി വെച്ചിട്ട് ഒന്ന് തുടച്ചിട്ട് തിരിച്ചെടുത്ത് വെക്കുക. അത്രയും ചെയ്താൽ മതി കേട്ടോ. കഴുകി എടുത്ത് വെക്കണമെന്നൊന്നുമില്ല. ഒന്ന് തട്ടി തുടച്ചൊന്ന് എടുത്ത് നമ്മളൊരു പെരുമാറ്റം അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും വരില്ല കേട്ടോ, ഞാൻ ഗ്യാരണ്ടിയാണ്. പിന്നെ അല്ല, നമുക്കിങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അത്ര ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഈ ബാഡ് സ്മെല്ലും കാര്യങ്ങളും അതൊക്കെ തന്നെയാണ് പ്രതിവിധി. എന്താണെന്ന് വെച്ചാൽ നമ്മളെ പാത്രങ്ങൾ നമ്മൾ പാത്രം കഴുകിയിട്ട് നനവോട് കൂടിയിട്ട് എടുത്തു വെക്കൂലേ, ഒന്നുകിൽ അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, ഡിഷ് റാക്കിലോ എന്തിനെങ്കിലും ഇട്ടിട്ട് മാറ്റി വെക്കുക. അടുത്തത് നമ്മൾ പാത്രം കഴുകുന്നവരെ, അടുത്ത ട്രിപ്പ് കഴുകുന്നവരെ നമുക്ക് ടൈം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ തുടച്ചിട്ട് ഒരു ടർക്കി ഉപയോഗിച്ച് തുടച്ചിട്ട് ഒരു 10 മിനിറ്റ് പുറത്ത് വെച്ചിട്ടെങ്കിലും എടുത്ത് വെക്കുക കേട്ടോ. നമ്മൾ റാക്കിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ പണ്ടത്തെ മാതിരി നമ്മൾ ഓപ്പൺ ആക്കിയിട്ടല്ലല്ലോ വെക്കുന്നത്, ഇതുപോലെ കബോർഡിൻ്റെ ഉള്ളിലേക്കൊക്കെ അല്ല. അപ്പോൾ ബാഡ് സ്മെല്ലൊക്കെ വരാൻ ഭയങ്കര കാരണമാണത്. അതുമല്ല കബോർഡിൻ്റെ ഉള്ളിലൊക്കെ വുഡിൻ്റെ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ അഴുക്ക് വന്ന് ആ വുഡൊക്കെ നാശാവാനും ഒക്കെ കാരണമാവും കേട്ടോ. അപ്പോൾ അത് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് പറ്റിപ്പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ ഫുള്ള് റാക്കിലുള്ളത് എടുത്ത് ഞാൻ തിരിച്ച് തട്ടി തുടച്ച് അങ്ങോട്ടൊക്കെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മൊത്തത്തിലൊന്ന് തട്ടി, എൻ്റെ തട്ടിൽ എനിക്ക് ആ ചൂല് കൊണ്ട് തന്നെ തട്ടണം. അത് ഞാൻ ഫ്ലോർ അടിക്കുന്ന ചൂലല്ല കേട്ടോ, തട്ടാനെടുക്കുന്ന ചൂല. അപ്പോൾ അത് ഇങ്ങനെ എനിക്ക് നിന്നുകൊണ്ട് തന്നെ തട്ടാം. വലിയ മാറാതെ തട്ടി എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. വെറുതെ തട്ടിയാൽ തന്നെ നമുക്ക് അത്ര ഹൈറ്റല്ലേ ഇവിടെ വരുന്നുള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ഷാമ്പു ഇട്ടിട്ടാട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ സോപ്പ് പൊടി യൂസ് ചെയ്യാം. ഷാമ്പു വെള്ളത്തിൽ കുറച്ചൊന്ന് കലക്കിയിട്ട് നമ്മുടെ മൈക്രോ ഫൈബർ ക്ലോത്ത് ഇല്ലേ, അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്തിട്ട് അപ്പോൾ അഴുക്കെല്ലാം അങ്ങ് ഇതായി പോകും. പിന്നെ ഒന്ന് ഡ്രൈ ആയിട്ടും കൂടെ തുടച്ചെടുത്താൽ നല്ല നീറ്റായിരിക്കും കേട്ടോ. നമ്മൾ ഈ മൈക്രോ ഫൈബർ ക്ലോത്ത് എടുക്കുകയാണെങ്കിലില്ലേ ആ ഒരു പാടും, നമ്മൾ തുടച്ച് കഴിഞ്ഞിട്ടുള്ള പാടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാൻ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്നത് ഇതാണ് കേട്ടോ. ഈ ഒരു ക്ലീൻ ചാം എന്ന് പറഞ്ഞിട്ടുള്ള മൈക്രോ ഫൈബർ ക്ലോത്താണ് കേട്ടോ. വെറ്റായിട്ട് വേണം നമ്മളിത് വെക്കാൻ വേണ്ടിയിട്ട്. നല്ലതാണ് ഗ്ലാസ്സൊക്കെ തുടക്കാനും. ഞാനിപ്പോൾ കബോർഡിൻ്റെ ആ ഒരു ഏരിയയും അതുപോലെ തന്നെ നമ്മുടെ വോൾട്ടൈലും ഒക്കെ ഇതുകൊണ്ടാണ് കേട്ടോ തുടക്കുന്നത്. അതുപോലെ തന്നെ മൈക്രോ ഫൈബർ ക്ലോത്ത് ഈ ഒരു റെഡ് ആണെങ്കിലും നല്ലതാണ് കേട്ടോ, പെട്ടെന്നൊന്നും മോശമായിട്ട് പോകില്ല. നമ്മൾ കിച്ചൺ ടവലായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇതൊക്കെ നല്ലത് തന്നെയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഓർമ്മയായപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും ടാഗ് ചെയ്താക്കാം കേട്ടോ. നോക്കട്ടെ, കുറേ പേര് വീഡിയോയിലൊക്കെ ചോദിക്കലുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ഇതും അതുപോലെ തന്നെ നല്ലതാണ് കേട്ടോ. നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യാൻ, ഗ്യാസ് ടോപ്പൊക്കെ തുടക്കാനൊക്കെ ആയിട്ട് ശരിക്കും ഒറ്റത്തവണ തുടച്ചാൽ മതിയാവും. കാരണം അത്രയും പാടുകളൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ ആ ഒരു സംഭവം കൊണ്ട് തുടക്കുകയാണെങ്കിലൊക്കെ. ഇത് ശരിക്കും ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു ടൈമിൽ കിച്ചണിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ ഒന്നിങ്ങനെ തുടച്ച് പോക്കുണ്ട് കേട്ടോ. സോപ്പൊന്നും ഇട്ടിട്ടില്ല, അല്ലെങ്കിലും എപ്പോഴൊന്നും അങ്ങനെ ലിക്വിഡൊന്നും ആക്കിയിട്ട് തുടക്കില്ല, വെറുതെ ഒന്ന് വൈപ്പ് ചെയ്ത് പോവാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്യണം കേട്ടോ. നമ്മൾ വെറുതെ ഒരു ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തു നിൽക്കരുത്. അപ്പോൾ നമ്മൾ കിച്ചണൊക്കെ വല്ലാണ്ട് മോശമായിട്ട് പോകും. പിന്നെ ഫ്രിഡ്ജിൻ്റെ ഡോറൊക്കെ അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളമാക്കിയിട്ടൊന്നും തുടക്കരുത് കേട്ടോ. നന്നായിട്ട് പിഴിഞ്ഞിട്ട് വേണം തുടച്ചെടുക്കാൻ കേട്ടോ. പിന്നെ ഫ്രിഡ്ജ് എൻ്റെ ഉൾഭാഗം അങ്ങനെ ക്ലീനിങ് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ വെറുതെ ഒരു വെറ്റ് ക്ലോത്ത് വെച്ചിട്ടൊന്നിങ്ങനെ വൈപ്പ് ചെയ്ത് എടുക്കും. പിന്നെ സാധനങ്ങൾ തീർന്നു കഴിഞ്ഞാലും വെക്കുന്നതിന് മുമ്പ് ഒന്നിങ്ങനെ നീറ്റാക്കുന്നു. അപ്പോൾ ഒരു ഡീപ്പ് ക്ലീനിങ്ങിലേക്ക് അങ്ങനെ പോവലില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ചെയ്തെടുക്കാനേ ഉള്ളൂ. അതിനിപ്പോൾ എന്തായാലും നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഫില്ലാക്കുന്ന സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക.
അപ്പോൾ ആ റൂമിൽ നമുക്ക് കിച്ചണിൽ ഒറ്റ ജനലാട്ടം വരുന്നത്. ഇപ്പം അതും കൂടെ ഒന്ന് തുടച്ചെടുത്തു. പിന്നെ ഈ ഒരു കർട്ടൻ്റെ കാര്യം പറയണ്ട കേട്ടോ. ഇതിൽ നന്നായിട്ട് അഴുക്ക് പിടിച്ച് നമ്മൾ ഈ എണ്ണയ്ക്ക് എന്തായാലും കുക്ക് ചെയ്യുന്നതല്ലേ, അപ്പോൾ അഴുക്ക് പിടിക്കും. അഴുക്കും പൊടിയും നന്നായിട്ട് പിടിച്ച് തുടക്കാൻ കുറച്ച് പാടുണ്ട് കേട്ടോ. ബേക്കിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് പതുക്കെ തുടച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് തുടച്ചെടുക്കണം, ഇല്ലെങ്കിൽ അത് കിട്ടുകയില്ല. പിന്നെ ഇങ്ങനെ അതിങ്ങനെ ലാഞ്ചി കളിക്കും. അതങ്ങനെയാണ് അതിൻ്റെ ഒരു മെറ്റീരിയൽ വരുന്നത് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒന്നിനും പറ്റില്ല. പക്ഷേ നന്നായിട്ട് കൊണ്ട് നടക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ്. വൈറ്റ് കിച്ചണിലൊക്കെ പ്രത്യേകിച്ച് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനും. ഇനി നമ്മുടെ വോളും കൂടെ ഒന്ന് തുടക്കട്ടെ. എല്ലാം ഞാൻ അതുപോലെ തന്നെ കേട്ടോ, ഒന്ന് നന്നായിട്ട് വെറ്റാക്കിയിട്ട് തുടച്ചത്, പിന്നെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ചിലരൊക്കെ പറയും, വീഡിയോയിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇതെന്തിനാ ഈ കിച്ചൺ മോശമാക്കുന്നത്, വർക്ക് ഏരിയയിൽ ഫുഡൊക്കെ കുക്ക് ചെയ്തുകൂടെയെന്ന്. പക്ഷെ എനിക്ക് ആദ്യം തന്നെ വീടെടുക്കുമ്പോൾ ഉള്ളൊരു ആഗ്രഹമായിരുന്നു, കിച്ചണൊക്കെ നന്നാക്കുന്ന സമയത്തുള്ളൊരു ആഗ്രഹമായിരുന്നു ഒറ്റ കിച്ചണ് മതിയെന്ന് കേട്ടോ. പക്ഷേ നമുക്ക് വിറകടുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് നമുക്ക് അത്ര സ്ഥലം കിട്ടിയില്ല, സ്പേസ് കിട്ടാത്തത് കൊണ്ട് പുറത്തേക്കാക്കിയെന്നേ ഉള്ളൂ. പക്ഷേ ഇതിൽ തന്നെ ഫ്രിഡ്ജും അതുപോലെ തന്നെ ഗ്യാസും കബോർഡുകളും എല്ലാം വിറകടുപ്പ് ഇതിൽ തന്നെ വരണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. എന്നിട്ട് അതൊരു കാഴ്ച വസ്തു പോലെ വെക്കാതെ നമ്മൾ യൂസ് ചെയ്യണം. യൂസ് ചെയ്തിട്ട് നാശമായിക്കോട്ടെ, ആ ഒരു കൺസെപ്റ്റാണ് കേട്ടോ എൻ്റെത്. അപ്പോൾ അതായിരുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് കേട്ടോ. എനിക്കിങ്ങനെ ഇതിങ്ങനെ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെക്കാൻ ഇഷ്ടമല്ല. നമുക്ക് ഇഷ്ടമുള്ള സ്പേസിൽ നമ്മൾ കുക്ക് ചെയ്യണ്ടേ, ആ ഒരു ചിന്താഗതിയാണ് കേട്ടോ എനിക്ക്. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ എപ്പോഴും കുക്ക് ചെയ്യാറുണ്ട് കേട്ടോ. വർക്ക് ഏരിയയിൽ വല്ലപ്പോഴുമാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമ്മളെ കിച്ചൺ നല്ല പ്യൂർ വൈറ്റ് ആയിട്ടുണ്ട്, നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ താഴെയും കൂടെ ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കട്ടെ. ഫ്ലോറിലും അതുപോലെ തന്നെ ഞാൻ കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഷാമ്പു, ഒരു ഡ്രോപ്പൊക്കെ ഷാമ്പു ആക്കിയിട്ടാണ് ആക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ലീനിങ് ചെയ്യുന്ന സമയത്താണെങ്കിലും കഴിഞ്ഞിട്ടാണെങ്കിലും വീട് മൊത്തം നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. നല്ലൊരു ഫ്രഷ് ഫീലാണ്. ഇനിയിപ്പോൾ ഷാമ്പു അല്ലെങ്കിൽ നിങ്ങൾ സോപ്പ് പൊടിയോ ഉപയോഗിക്കുന്നത് വെച്ചാൽ കുറച്ച് സോപ്പ് പൊടി ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ കംഫർട്ടില്ലേ, സ്മെല്ലിന് ഇഷ്ടമുള്ള അങ്ങനത്തെ എന്തെങ്കിലും യൂസ് ചെയ്താലും മതി കേട്ടോ. എന്നാലും നല്ല സ്മെല്ല് തന്നെയാണ്. കംഫർട്ടിൻ്റെ സ്മെല്ല് അടിപൊളിയല്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഫുൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഇനി എടുത്തതൊക്കെ നമുക്ക് എടുത്ത സ്ഥാനത്ത് തന്നെ തിരിച്ച് വെക്കാം. കുപ്പികളിലും ഭരണിയിലൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള സാധനങ്ങൾ തിരിച്ച് എടുത്ത് വെക്കാം. അപ്പോൾ എല്ലാത്തിലും എൻ്റെ ഭരണിയിൽ എല്ലാം ഫില്ലാക്കാനുള്ള സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ഉള്ളതെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയെല്ലാം സാധനം വാങ്ങുന്നതിനനുസരിച്ച് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. മൈദ അങ്ങനത്തതൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും റവ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് എല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നോക്കിയിട്ട് ഇനി വാങ്ങാമെന്ന് വിചാരിച്ചു. ഇത് റാഗിപ്പൊടിയാണ് കേട്ടോ. ഇത് ഇടയ്ക്ക് നമ്മൾ വൈകുന്നേരത്ത് ഇങ്ങനെ കാച്ചിയിട്ട് ലൂസാക്കിയിട്ട് കാച്ചിയിട്ട് കുടിക്കൂല, അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഇങ്ങനെ കുറുക്കിയിട്ട് അങ്ങനെ ഇടയ്ക്ക് അങ്ങനെ ആക്കലുണ്ടേ. അപ്പോൾ അത് എപ്പോഴായാലും ഒരു ടിന്നിലിങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ റമദാനാണെങ്കിൽ നമുക്ക് ആവശ്യമുണ്ട്, നമ്മളിങ്ങനെ കാച്ചൂലേ വൈകുന്നേരത്തേക്ക്, അപ്പോൾ അങ്ങനെ ആക്കാനും വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. പിന്നെ ഭരണികളൊക്കെ അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്തേക്ക് എടുത്ത് വെക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിലൊന്നും ഫില്ല് ചെയ്യാൻ സാധനങ്ങളില്ല കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ കൊല്ലം റമദാനിലേക്ക് ഞാൻ കുറച്ച് എക്സ്ട്രാ പൊടിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ചധികം. അപ്പം എൻ്റെ തീർന്നിട്ടില്ല. മല്ലിയും മുളകും മഞ്ഞൾ പിന്നെ നമ്മളെ വീട്ടിലുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മുളക് കംപ്ലീറ്റ് മഴക്കാലത്തും കൂടെ ഉണ്ടാവില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇപ്പോൾ ധൃതിയിൽ പൊടിക്കേണ്ട കാര്യമില്ല ഈ പണീൻ്റെ ഇടയിലൊന്നും. അപ്പോൾ ഇനിയിപ്പം വെയിലൊന്നും പോകുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ നോമ്പെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് മുളക് വാങ്ങിയിട്ട് പൊടിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം മല്ലി വേണമെങ്കിൽ ആ ഒരു സമയത്ത് മല്ലിയും കുറച്ച് വേണ്ടി വരും, പൊടിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇപ്പം എനിക്ക് എല്ലാം ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്നതും എല്ലാത്തിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ജസ്റ്റ് കണ്ടു വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കിച്ചൺ ക്ലീനിങ്ങും അറേഞ്ച്മെൻറ്റ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, ഇനി നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടുള്ള ഐറ്റംസ് ഇല്ലേ അതൊക്കെ ഒന്ന് ഞാൻ തുടച്ചെടുക്കട്ടെ. എന്നിട്ട് അതും കൂടെ അതിൻ്റെ സ്പേസിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ റമദാനിലേക്കുള്ളൊരു കിച്ചൺ അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, അതിനി ബാക്കിയുണ്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇപ്പം ഞാൻ വെച്ചിട്ടുള്ള എങ്ങനെയാണോ നേരത്തെ നമ്മൾ എടുത്തത് അത് തന്നെ അങ്ങോട്ട് തിരിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്കിഷ്ടമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ അതും കൂടെ വാങ്ങിയിട്ട് കിച്ചൺ ഒന്ന് ഒരു ചെറുതായിട്ടൊക്കെ ഒന്ന് ചേഞ്ച് വരുത്തി ഒന്ന് റെഡിയാക്കണം എന്നുണ്ട് കേട്ടോ. അത് ഞാൻ പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചു.
ഞാൻ ഈ പ്ലേറ്റ് വെക്കുന്ന ആ വുഡിൻ്റെ സ്റ്റാൻഡില്ലേ അത് അടിപൊളിയാട്ടോ. ഞാൻ നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് തരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പം ഞാൻ നോക്കട്ടെ കേട്ടോ, ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ആ കട്ടിംഗ് ബോർഡൊക്കെ എല്ലാവരും ചോദിക്കലുണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ നോക്കിയിട്ട് തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം എനിക്കിഷ്ടമുള്ള പാർട്ടാണ് കേട്ടോ. കിച്ചൺ ഇങ്ങനെ ഒരുക്കുക എന്ന് പറയുന്നത്, ഇങ്ങനെ നമുക്കിഷ്ടമുള്ള സ്പേസിലേക്ക് ഓരോരോ കാര്യങ്ങൾ സെറ്റാക്കി വെക്കുമ്പോൾ ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു കാര്യം കൂടിയാണ് കേട്ടോ. ടൈം ഉണ്ടെങ്കിൽ ക്ലീനിങ്ങും എനിക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് കേട്ടോ. എല്ലാം ഇങ്ങനെ ഒതുക്കി പെറുക്കി വെക്കുന്നത്, ക്ലീൻ ചെയ്ത് വെക്കുന്നതും എനിക്ക് എന്താ പറയുക, ഇപ്പോൾ റഫീക്കൊക്കെ ഒരു ലോങ് ഡ്യൂട്ടിക്ക് പോയി അന്ന് വരില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കിലായി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു മടുപ്പ് വരില്ലേ, ആരും ഇല്ലല്ലോ എന്നുള്ളൊരു ഫീല് വരുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ അത്. എൻ്റെ കൗണ്ടർ ടോപ്പ് അല്ലെങ്കിൽ എൻ്റെ ടേബിളിൽ എന്തെങ്കിലും മാറ്റം വരുത്തും, കിച്ചണിൽ അതൊക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ളത് ചെയ്യുക. അപ്പോൾ എനിക്കൊരു ഫീല് വരും കേട്ടോ, ഭയങ്കര ഒരു ഇഷ്ടം വരും, നമ്മളെ മനസ്സിന് തന്നെ ഒരു സുഖം വരും. എല്ലാവർക്കും അത് ഉണ്ടോയെന്ന് അറിയില്ല, എനിക്കതൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു സംഭവം തന്നെയാണ് കേട്ടോ ഈ ഒരു ക്ലീനിങ്ങും അതുപോലെ തന്നെ ഇങ്ങനെ ഒരുക്കി വെക്കുന്നതൊക്കെ. അപ്പം നമ്മളെ വീട് ചെറുതായാലും വലുതായാലും, ചെറുതാണോ വലുതാണോ എന്നതിൽ കാര്യമില്ല കേട്ടോ. കുടിലായാലും അത് നല്ല അടിപൊളിയായിട്ട് നല്ല ഒരുക്കി വെക്കുക, ഉള്ളത് കൊണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കുക കേട്ടോ. അതെല്ലാവർക്കും പറ്റുന്ന കാര്യം തന്നെയല്ലേ. അപ്പോൾ അതാണ് കേട്ടോ ഏറ്റവും വലിയ കാര്യം. അവിടുത്തെ സന്തോഷത്തിനും സാഹചര്യത്തിനൊക്കെ അനുസരിച്ച് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുക, അതുതന്നെയാണ് നമ്മൾ ഈ ലോകത്തിൽ ഏറ്റവും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നിപ്പോൾ ബറാത്ത് രാവാണ് കേട്ടോ. അപ്പം ഞാൻ എന്തെങ്കിലും ചെറുതായിട്ടൊരു സ്വീറ്റ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ മരുബാങ്കൊക്കെ കൊടുത്ത് മരുബ് നിസ്കാരത്തിന് ശേഷമാണ് അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നത്. കുറച്ച് സമയം ഞാനവിടെ കിടന്നു, അതിനുശേഷം മരുബൊക്കെ നിസ്കരിച്ചിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ പുട്ടുകടലില്ലേ, അത് പൊട്ടുകടല മീൻസ് കടലപ്പരിപ്പ് കേട്ടോ, സോറി കടലപ്പരിപ്പ്. നമ്മൾ സാധാ കടലേൻ്റെ പരിപ്പില്ലേ അത്, ആ കറുത്ത കടലേൻ്റെ പരിപ്പ് അതന്നെ, കടലപ്പരിപ്പ് വാങ്ങാൻ കിട്ടുമേ. അത് കുക്കറിൽ ഞാൻ 2 വിസിലടുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതാ നമ്മൾ ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെള്ളം അതുപോലത്തെ കുറച്ച് എക്സ്ട്രാ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ബൗളിൽ ഞാനൊരു 1/2 ഗ്ലാസ് നെയ്ച്ചോറ് അരിയില്ലേ, നേരിയരി, നല്ല സ്മെല്ലുള്ള അരി എടുത്താൽ നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ സാധാ അരി ആണെങ്കിലും, അല്ലെങ്കിൽ പച്ചരി, ചോറരി എടുക്കണ്ട, പച്ചരി ആണെങ്കിലും കുഴപ്പമില്ല. ഒരു 2 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് പച്ചവെള്ളത്തിൽ നല്ല നൈസായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഒരുപാട് ലൂസാക്കണ്ട, ടൈറ്റും ആവേണ്ടത്, ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തത് ആ തിളച്ച പയറിൻ്റെ ആ കൂട്ടിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് കൈ എടുക്കാണ്ട് ഇളക്കുകയും ചെയ്യുക. അപ്പോൾ ഇതാ എൻ്റെത് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ വെള്ളം ആവശ്യമുണ്ട്. ഞാൻ കുറച്ച് വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് ഇതാ ഒഴിച്ചു കൊടുക്കട്ടെ. നിങ്ങൾ അരിമാവ് ഒഴിക്കുന്നതിന് അനുസരിച്ചാണ് കേട്ടോ വെള്ളം വേണ്ടി വരിക. അപ്പോൾ എക്സ്ട്രാ വെള്ളം നിങ്ങളവിടെ എടുത്ത് വെച്ചാൽ മതി, എന്നിട്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇത് കട്ടയില്ലാതൊന്ന് ഇളക്കിയെടുക്കട്ടെ. അങ്ങനെ കട്ട പിടിക്കുകയൊന്നുമില്ല കേട്ടോ. ഫസ്റ്റിൽ ഇങ്ങനെ നോക്കണ്ട, നമ്മൾ മിക്സാക്കി വരുമ്പോഴത്തേക്കും നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടിക്കോളും. അപ്പോൾ ഞാനിത് ഒരു വിസ്കൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ചൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ല സ്മൂത്തായിട്ട് കിട്ടുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കിയിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം തിക്കാണ് കേട്ടോ ഇത് വേണ്ടത്. പായസം പോലെ ലൂസല്ല ഈ ഒരു സ്വീറ്റ് വരുന്നത്, കുറച്ച് തിക്കായിട്ട് തന്നെയാണ് കേട്ടോ നമുക്കിത് വേണ്ടത്. അപ്പം ഞാനൊരു 3.5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇങ്ങനെ ക്യൂബായിട്ടല്ലേ കിട്ടുക, അതാണ് ഈ പറഞ്ഞത്. അത് ഉരുക്കി അരിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ ലെവലേ മാറിയിട്ടോ, നല്ല രസമുണ്ട് ഇപ്പോൾ കാണാൻ. നിങ്ങൾക്ക് ശർക്കര വേണ്ടെങ്കിൽ ഈ സമയത്ത് പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി കേട്ടോ. നമുക്കിവിടെ ശർക്കരയാണ് ഇഷ്ടം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട കേട്ടോ. തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ഒരു അരിമാവ് വേവാനുണ്ട്, കുറച്ച് ഒരു 10-15 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിൽ നമുക്കിങ്ങനെ പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. ശർക്കരയൊക്കെ ചേർത്തിട്ടും ഒന്നിങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക, കട്ടയൊന്നും ഇല്ലാണ്ടാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂണെല്ലാം ഉപ്പ് ചേർത്ത് കൊടുക്കുക. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഏലക്കപ്പൊടി കുറച്ച് മതിയെ, എൻ്റെത് പഞ്ചസാര കൂട്ടി ചേർത്ത് പൊടിച്ചതുകൊണ്ടാണ് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ തോന്നിക്കുന്നത് കേട്ടോ. കുറച്ചിട്ട് കൊടുത്താൽ മതി, ഒരു അര ടീസ്പൂണൊന്നും വേണ്ടേ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാട്ടോ നമുക്ക് വേണ്ടത്. ഹലുവ പോലെ ടൈറ്റ് ആവണ്ട, പായസം പോലെ ലൂസും അല്ല കേട്ടോ. അതുപോലെ പിന്നെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ, നിങ്ങൾക്ക് ടൈറ്റ് ഇഷ്ടമില്ലെങ്കിൽ ലൂസാക്കാം, അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിത് പാലോ തേങ്ങാപ്പാലോ ഒന്നും ഒഴിച്ചിട്ടില്ല. ഇനി ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്, എന്നിട്ട് വേണമെങ്കിൽ നമുക്കിതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഇരിക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ആയിട്ട് വരും, പക്ഷേ ഭയങ്കര കട്ടിയൊന്നും ആവില്ല കേട്ടോ. ഞാൻ കാണിച്ചു തരുന്നുണ്ട്.
ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ്, പച്ച നെയ്യ് കേട്ടോ, അത് ഉരുക്കുകയോ അങ്ങനെയൊന്നും ആവശ്യമില്ല. നമുക്ക് കാഷ്നട്ട് കിസ്മിസ് ഒന്നും ആവശ്യമില്ല. അതിൽ നമ്മൾ കടലപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും. അപ്പോൾ ഇത് ആ ചൂടിൽ കിടന്നിട്ട് ആ ഒരു നെയ്യൊന്ന് മെൽറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. പക്ഷേ എനിക്കിതിൽ ചെറിയൊരു മാറ്റം വരുത്താൻ തോന്നിയിട്ടാ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ. ഇതാ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് തേങ്ങാപ്പാൽ ചേർത്താൽ ഒന്നുകൂടി ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഒന്നുകൂടി കിടിലൻ ടേസ്റ്റിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വെച്ച് വേണമെങ്കിൽ നിർത്താം. ഇനിയിപ്പോൾ പാലും തേങ്ങാപ്പാലൊന്നും ആവശ്യമില്ലാത്തവർക്ക് ചേർത്ത് കൊടുക്കണം എന്നില്ല. ഞാനിപ്പോൾ ഒരു കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ട് കുറച്ച് പാലെടുത്തു, അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒറ്റ പാലെടുത്താൽ മതി കേട്ടോ. ഒന്നാം പാലും രണ്ടാം പാലൊന്നും എടുക്കണ്ട. അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് തിള വരട്ടെ. ചെറുതായിട്ടൊന്നിങ്ങനെ തുള്ളി വരുന്ന സമയത്ത് നമുക്ക് ഓഫാക്കി കൊടുക്കാം. അതാണ് കേട്ടോ പെർഫെക്റ്റ് ടേസ്റ്റ്. അങ്ങനെയും കൂടെ ചെയ്യുമ്പോൾ ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ. ഇത് കണ്ടോ, അതിൻ്റെ ലുക്കേ മാറി വേറെ തന്നെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ, ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നോക്കുക കേട്ടോ, സൂപ്പറായിരിക്കും. അപ്പോൾ ഇതാ ഒന്ന് ഇപ്പോൾ ഇതാ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ തുള്ളി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കട്ടയൊന്നും പിടിക്കൂല കേട്ടോ, ആ ഒരു പേടിയൊന്നും വേണ്ട. മധുരം കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ എളുപ്പത്തിലുണ്ടാക്കിയ നമ്മളെ സ്വീറ്റ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, സൈഡിൽ നിന്നെല്ലാം ഇങ്ങനെ തുള്ളി തുള്ളി വരുന്നുണ്ട്. ഇത്രയും മതി, ഒരുപാട് ഇട്ട് അങ്ങനെ തിളപ്പിക്കേണ്ട കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് കുറച്ച് ലൂസായി പോയി കഴിഞ്ഞാൽ ഒന്ന് തിളപ്പിച്ചിട്ട് കുറുക്കിയിട്ടെടുത്തോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് മാറ്റി വെക്കട്ടെ, ഇനി പണിയൊന്നുമില്ല. അപ്പോൾ ഒന്ന് ഇരുന്ന് തണുത്തോട്ടെ, അപ്പോഴത്തേക്ക് റഫീക്കയും വരുമല്ലോ, എന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ശേഷം റഫീക്ക നമ്മൾ ഇശാക്ക് നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഓതലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാട്ടോ റഫീക്ക വന്നത്. അപ്പോൾ ഫുഡ് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ സ്വീറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. ഒരു പണിയില്ലല്ലോ, നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഐറ്റം വെച്ചിട്ട് 1-2 ഐറ്റം വെച്ചിട്ട് ഉണ്ടാക്കുന്ന സ്വീറ്റാണ്. പക്ഷേ അതാന്ന് പറയൂല കേട്ടോ, നല്ല ടേസ്റ്റാട്ടോ. ചോറൊക്കെ കഴിച്ചിട്ട് കഴിച്ചാണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ കേട്ടോ എല്ലാവരും. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ചൊക്കെ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമുക്കെല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞാനൊരു സ്വീറ്റ് ലവറല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. പക്ഷേ റഫീഖക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. 2-3 പാത്രമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. വാവ ഫുഡ് കഴിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ, ചപ്പാത്തിയൊക്കെ കഴിച്ചിട്ടിരിക്കുക. എന്നിട്ട് വേണ്ടാന്ന് പറഞ്ഞു, പക്ഷെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ വാവയും കഴിച്ചിട്ടോ 2 പാത്രം. ഇനി നമ്മളെ ഫാമിലി ടൈമാണ്. കുറച്ച് സമയമൊക്കെ ഒന്ന് വർത്തമാനം പറഞ്ഞൊക്കെ ഒന്ന് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ല കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കാനും എന്തായാലും മറക്കല്ലേ. പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. ജംഷി റെസിപ്പീസ് എന്നുള്ള ഇൻസ്റ്റഗ്രാം പേജും കൂടെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. നമ്മൾ ഷോർട്സ് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ റീൽസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ആക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് പേജൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.